റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചോ, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവില്ല ഈ തിരക്ക് നടക്കുന്ന വഴി. അവ നല്ല വിത്തുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല കുറച്ചാലും കേട്ടിട്ടുണ്ടെങ്കിൽ. ജീവിതത്തിൽ എപ്പോഴൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഈ ദേശത്തിന്റെ പുറത്ത് എന്തെങ്കിലും തെറിയും പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റോഡിന് മുമ്പോട്ട്. അപ്പോൾ 25 പേര് വെറുതെ ഉണ്ട്. മോശം അല്ല, കൊള്ളില്ലാത്ത സീഡാണ്. ഞാൻ പദവിരുന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചോ, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവില്ല ഈ തിരക്ക് നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവുക. ഇവര് എന്തെന്നാണ് പറയുന്നത്? ആരോടാ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും. ഒരാൾ വിളിക്കാൻ നമുക്ക് വിചാരിക്കാം, ഇത് ഒരാളല്ലേ. ഇത് വരുന്ന, ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, വരുന്ന സകല പിള്ളേരും ശ്രദ്ധിക്കുന്നേയില്ല. ഈ ഫോണില് ഓണടിക്കുന്ന മാറും അതുമില്ല. ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ. ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയത്. അപ്പോ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് കേരളത്തിനോടൊക്കെ പരമ പുച്ഛ പുതിയ ആളുകൾക്ക്. അവർക്ക് ഇവിടെ വിട്ടുപോകാനാണ് താല്പര്യം. പഠിക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യം UK, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനാണ്. സ്വന്തം നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. PSC പരീക്ഷകൾ എഴുതാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്റെ മക്കളോട് PSC പരീക്ഷ തരാമെന്ന് പറഞ്ഞു. എന്തിന്? അപ്പൊ എനിക്ക് വിഷമം വന്നപ്പോഴും ഇന്നത്തെ പത്രവാർത്ത കണ്ടപ്പോ എനിക്ക് അവരുടെ തീരുമാനം നല്ലതെന്ന് തോന്നി. PSC പരീക്ഷ CPO റാങ്ക് ലിസ്റ്റ് വന്ന പെൺപിള്ളേര് കർപ്പൂരം കത്തിക്കുന്നു. സാധാരണ ഭരണിയിലും ശബരിമലയിലൊക്കെ ചെന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഭക്തി കണ്ടിട്ടുണ്ട്. മുട്ടിലെഴുന്നു, പഴനി ചെയ്യുന്നു, തലമുണ്ടനം ചെയ്യുന്നു നമ്മുടെ ആശാ വർക്കേഴ്സ്. ഇതെന്താ? പഴനിയിലും ശബരിമലയിലും തിരുപ്പതിയിലൊക്കെ ചെയ്യേണ്ട വഴിപാടൊക്കെ സെക്രട്ടറി എന്നെ മുമ്പിലാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു നന്നായി, അവരിഷ്ടത്തോട്ടിട്ട് പോട്ടെ. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് കുട്ടികൾക്കറിയില്ല. അത് സംസ്കാരമാണ്. സകലമാന കുട്ടികളും, ഏകദേശം 50% കുട്ടികളും മയക്കുമരുന്നിന്റെ അടിമപ്പെട്ടു കഴിഞ്ഞു. 50%. അല്ലാത്തവന്മാരൊക്കെ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പൊ നല്ല വിത്തുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല കുറച്ചാലും കേട്ടിട്ടുണ്ടെങ്കിൽ. ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടൻ സലീം കുമാർ വല്ലപ്പോഴൊക്കെ ഉള്ളു ഇങ്ങനെ പബ്ലിക്കിൽ വരാറുള്ളു. സിനിമയും വളരെ കുറവാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഇഷ്യൂസ്. പക്ഷെ അദ്ദേഹം വരുമ്പോഴൊക്കെ അത്യാവശ്യം ഡയലോഗുകൾ അടിക്കാറുണ്ട്. ഈ ഡയലോഗുകൾ പലർക്കും പൊള്ളാറുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് പുള്ളി വന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് വിമർശിച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞതും നല്ല ഭിത്തില്ലെന്ന് പറഞ്ഞൊക്കെ ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് വിയോജിക്കുന്നവരും കാണും. വിയോജിക്കുന്നവർ പറയുന്നത് സലീം കുമാർ ചുമ്മാ അതും ഇതും പറയുകയാണ്. യോജിക്കുന്നവർ പറയുന്നത് അദ്ദേഹം പലരും പറയാൻ ആഗ്രഹിച്ചിരുന്ന, പലരും ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞു എന്നും പറയുന്നുണ്ട്. പിന്നെ സലീം പറഞ്ഞൊരു കാര്യമുണ്ട്, ആ പെൺകുട്ടികളുടെ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പെൺകുട്ടികൾ ഇങ്ങനെ മൊബൈലുമായിട്ട് പോകുന്നതും വഴി ക്രോസ് ചെയ്യുന്നിടത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചത്. അതുപോലെ ആൺകുട്ടികളും ചെയ്യാറുണ്ട്. അവരും അതുപോലെ തന്നെ ഫോണുമായിട്ട് പോവുകയും അലസമായിട്ട് നടന്നു പോവുകയും വഴി ക്രോസ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ സലീം പറഞ്ഞ പോലെ തന്നെ ചെറിയ ഇടപെടലുകളാണ്, ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. നമ്മളും പലപ്പോഴും കോളുകൾ വരികയും എന്തെങ്കിലും മെസ്സേജ് വരികയും ചെയ്യുമ്പോഴും വഴിയിൽ നമ്മൾ പോലും അറിയാതെ ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടല്ലേ കോൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മളും ജീവിതത്തിൽ എപ്പോഴൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ വഴിയിൽ ഇറങ്ങി നടക്കുന്നത് സ്വന്തം കാറിൽ ഡ്രൈവറുമായിട്ട് പോകുന്നവർക്ക് കുഴപ്പമില്ല. അല്ലാത്ത സാധാരണക്കാരായ ആൾക്കാരൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഒക്കെ ചെയ്യാറുണ്ട്. ചിലപ്പം മാതാപിതാക്കളെ വിളിക്കുന്നതാകാം, അല്ലെ സുഹൃത്തുക്കളെ വിളിക്കുന്നവരാകാം, അല്ലെ തൻ്റെ ഓപ്പോസിറ്റ് സെക്സിലുള്ള പുരുഷ സുഹൃത്തോ സ്ത്രീ സുഹൃത്തിനോ ആരിലേക്ക് വിളിക്കുന്നതാകാം. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ ഇവിടെ അപകടങ്ങൾ കണ്ടമാനം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കാർ ഓടിക്കുമ്പോഴും നമ്മൾ ഈ ഫോൺ കോൾസ് യൂസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഹാപ്പി മൂഡാണ്, ഓക്കെയാണ്. നമ്മളൊരു തർക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അരകൻ്റായിട്ട് ഇറങ്ങി നടന്നു പോകും, അല്ലെങ്കിൽ വാഹനം ഓടിച്ച് പോകുമ്പോഴൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അത് എക്സ്പ്രസ്ഡ് ആവും. വാഹനം ഓടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കോളിലാകുമ്പോൾ ദേഷ്യത്തോട് അതുപോലെ ഉണ്ടാക്കി ചിലപ്പം ഒരു വാഹനത്തെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ക്വിക്ക് ഡിസിഷൻ എടുക്കുന്നതിൻ്റെ അത് നമുക്ക് പാളി ചിലപ്പോൾ ഉണ്ടാകും. വഴിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരെല്ലാം ഇതുപോലെ വഴക്കുണ്ടാക്കിയ അവരുമായിട്ട് റൂഡായിട്ട് ബിഹേവ് ചെയ്തിട്ട് വഴി ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഒരു വണ്ടി കിടന്നിട്ട് പോകേണ്ട ആ സമയത്തായിരിക്കും
ഈ ദേശത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും തെറിയും പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റോഡിന് മുമ്പോട്ട് ചാടി ക്രോസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ നമ്മുടെ വാഹനം പിടിക്കും, നമുക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഫോൺ കോൾസുകൾ നമ്മുടെ മാനസിക നിലയെ ബാധിക്കുന്നുണ്ട്. അത് സത്യാവസ്ഥയാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു ഓഫീസിലോട്ടൊക്കെ ചെല്ലുമ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ചില ഗവൺമെൻറ് ഓഫീസിലോട്ടൊക്കെ ചെല്ലുമ്പോൾ തൻ്റെ പങ്കാളിയായിട്ട് ഭയങ്കര തെറി പറഞ്ഞോ എന്തെങ്കിലുമൊക്കെ അല്ലെ പങ്കാളിയുടെ ഫാമിലിയുടെ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെല്ലുമ്പം സാറേ നമ്മുടെ ഇത് അവിടെ ഞാൻ കാണിക്കും, ഇച്ചിരി കഴിഞ്ഞിട്ട് വാ ഇപ്പം ബ്രേക്കാ, ഇങ്ങനെ അവർ സംസാരിക്കാറുണ്ട്. അവിടെ കുഴപ്പമില്ല, അവരുടെ മൈൻഡ് ഇപ്പം പങ്കാളിയായിട്ട് ഉടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കയറി ചെല്ലുന്നത്. പൈസയുടെ പേരിലോ അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും ആയിരിക്കും. പക്ഷെ ഇത് നമ്മളോട് റിഫ്ലക്റ്റ് ആവണം. ഇതേ വ്യക്തി തന്നെ വഴി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനം വരുമ്പം അയാൾക്ക് ആ വാഹനം കഴിഞ്ഞ് രണ്ടാമതും മൂന്നും വാഹനം കാണിക്കും. പക്ഷെ ഒരു വാഹനം കഴിയുമ്പോൾ തന്നെ അയാൾ കൈ കാണിച്ച് ചിലപ്പം വഴിയും ക്രോസ് ചെയ്യും. സാധാരണ പുള്ളി 2 വാഹനം കഴിഞ്ഞിട്ടായിരിക്കും ക്രോസ് ചെയ്തത്. പക്ഷെ ഈ തവണ പുള്ളി ഈ തെറിയും പറഞ്ഞുകൊണ്ടല്ല വഴക്കം പറഞ്ഞുകൊണ്ട് വഴി നിൽക്കുന്നതുകൊണ്ട് പുള്ളി ചിലപ്പം പെട്ടെന്ന് ക്രോസ് ചെയ്യും. നമുക്ക് ആ ചിന്തിക്കാനുള്ള പ്രശ്നമാണ്. വണ്ടികൾ വരുമ്പോൾ നമ്മളെ പോലെയല്ല മറ്റ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ വഴി ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ക്വിക്ക് ഡിസിഷൻ എടുക്കുമ്പം ഒന്ന് പാളിയാൽ മതി, എല്ലാം ഇങ്ങനെ കയറി താട്ടി മറിച്ചിട്ടോട്ട് നമ്മളങ്ങ് പോകും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാഹനം അവർ ചിലപ്പം കൂടുതലായിരിക്കാം, അപ്പം അയാൾ നമ്മളുടെ ആക്ഷൻസ് ചിലപ്പം കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഈ ഫോണും വെച്ചൊരു വഴി ക്രോസ് ചെയ്യാൻ പ്രശ്നം വരും. സലീം പറഞ്ഞ പോലെ അങ്ങനത്തെ ആൾക്കാരുണ്ട്, പെൺകുട്ടികളുണ്ട് പുരുഷന്മാരെല്ലാം ഉണ്ട്. പുള്ളി പെൺകുട്ടികളെ മാത്രം പറഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് അത് ഫീൽ ചെയ്ത് എല്ലാ പെൺകുട്ടികളും എന്ന് പറഞ്ഞപ്പോൾ അവിടെ കാണുന്ന പുള്ളി പോയ സ്ഥലത്ത് കണ്ട എല്ലാ പെൺകുട്ടികളും എന്ന് പറഞ്ഞതും എല്ലാ പെൺകുട്ടികളിലും ഒരു വിഭാഗം ഒരു 100 പേരെടുത്ത ചിലപ്പോൾ 50 പേരിലും ഇത് തന്നെയായിരിക്കും. അല്ല 100 പേരെടുത്ത ചിലപ്പം 60 പേരിലും ഇത് തന്നെയായിരിക്കും. പോട്ടെ എക്സ്ട്രീം ലെവൽ എടുത്ത് 100 പേരെടുത്താൽ 75 പേരിൽ ഇത് തന്നെയായിരിക്കും. അപ്പോൾ 25 പേര് വെറുതെ ഉണ്ട്. അതുകൊണ്ട് അടച്ചാക്ഷേപിക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. ആ വിമർശനങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നല്ല വിത്തുകളില്ല, അത് ഇവിടെ ഉള്ളവരെന്ത് വിചാരിക്കും, അവരെല്ലാം പാഴണ്ടി അത് കഴിക്കില്ലേ, അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇപ്പോൾ ഉള്ള കുട്ടികൾ ഇവിടെ നാട്ടിൽ നിൽക്കുന്നവർ അവരുടെയൊക്കെ നിവർത്തി കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ആയിരിക്കും അവർ നിൽക്കുന്നത്. അപ്പം അല്ലാത്തവർ ഇവിടുന്ന് പോകുന്നത് അത്യാവശ്യം കൈ പൈസയോ അല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് റോൾ ചെയ്യാൻ പൈസയോ ഉള്ളവർ, പഠിക്കാൻ കഴിവുള്ളവരും അല്ലെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പോയി നിൽക്കാനുള്ള കപ്പാസിറ്റിയും ആ ഒരു മാനസികാവസ്ഥയൊക്കെ ഉള്ളവർ പോകും. എല്ലാവർക്കും അത് പോകാൻ പറ്റണമെന്നില്ല. അവരെല്ലാം യൂസ്ഫുൾ അല്ലാത്ത സീഡാന്ന് പറയല്ലേ, അത് മോശമാണ്. അങ്ങനെ നമ്മൾ അടച്ചാക്ഷേപിക്കുമ്പോൾ നമ്മുടെ വീട്ടിലും മക്കളുണ്ട്, നമ്മുടെ കുടുംബത്തിലും മക്കളുണ്ട്, അവരെല്ലാവരും പുറത്തോട്ട് പോയിട്ടില്ല. അല്ല നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളുണ്ട്, അവരെല്ലാവരും പുറത്തോട്ട്. അപ്പോൾ അവരെല്ലാം ഈ യൂസ് ഇല്ലാത്ത സീഡുകളിൽ വിത്തുകളിൽ പെടും, നമ്മളും പെടും, ഞാനും സലീമും ഒക്കെ പെടുമില്ലാത്ത. അതുകൊണ്ട് അങ്ങനെ അടച്ച് പറയുമ്പം അത് യുവാക്കൾക്ക് വല്ലാതെ ഫീൽ ചെയ്യും. രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, തൊഴിലില്ലായ്മയൊക്കെ കൊടുത്ത പ്രശ്നമാണ്. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ പേര് വിമർശനം വരുന്നുണ്ട്. സലീം പറഞ്ഞു വരുന്ന ഭാഗം കറക്റ്റാണ്. പെൺകുട്ടിയുടെ കാലത്ത് പെൺകുട്ടിയുടെ ഫോൺ പിടിച്ചിട്ട് നടക്കുന്നുണ്ട്, അതൊക്കെ സത്യം ഞാനും കാണും. ഞാൻ ഒത്തിരി കാണാറുണ്ട്, വഴിയിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഈ ജോലിയുടെ കാര്യത്തിൽ പലരോടും ഞാൻ കണ്ടുണ്ട്, ചേട്ടാ പോകാൻ പറ്റാത്തതുകൊണ്ട് കൈ, പിന്നെ ഇന്ന രാജ്യത്തോട്ട് പോകണമെന്നുണ്ട് എത്ര രൂപ വേണം, വിസ ക്ലിയറൻസും ടിക്കറ്റും എല്ലാം കൂടെ പോകും, എൻ്റെ ഇല്ല. ഇങ്ങനെ നോക്കുന്നുണ്ട്, പറ്റുന്ന ട്രൈ ചെയ്യുന്നുണ്ട്, എക്സാംസ് പാസ്സാകുന്നില്ല. അതെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും എന്താ പേരൻസിനോട് കയറി കൂടി വരും. അല്ല അങ്ങനെയൊക്കെ മാനസികമായിട്ട് അറ്റാച്ച്മെന്റ് നാടിനോടായിട്ടുള്ളത്, അങ്ങനെയൊക്കെ ആൾക്കാർക്ക് പോകാൻ പുതിയ അവരെല്ലാം മോശം അല്ല കൊള്ളില്ലാത്ത സീഡാന്ന് പറയുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം, നോർമലായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം. നമ്മുടെ മോതോട് നോക്കി നീ ഒരു വാഴണ്ടിയാന്ന് പറയുന്നതിന് തുല്യമാണല്ലോ. അതാണ് ഇതിനകത്തുള്ളത്. ഏക്കലും സലീം എപ്പോഴും ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഇതുപോലെ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന മീറ്റിങ്ങുകൾക്ക് എന്താ വന്നപ്പം ഈ മതത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇസ്ലാം മതത്തിൻ്റെ അകത്ത് ഈ സ്വർഗവും പാൽപ്പുഴയും മറ്റതിനെ കുറിച്ചൊക്കെ പറയുന്നതിനകത്ത് അത് പറഞ്ഞാൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായി. അതിനെതിരായിട്ട് പല ഉസ്താദുമാരും യൂട്യൂബ് ചാനലിൽ വന്ന് സലീമേട്ടാ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഡയലോഗ് തുടങ്ങുന്നുണ്ട്.
അത് എന്തിനാണ് എനിക്ക് മനസ്സിലാകത്തില്ല. പാരന്റെ പുഴ, സുന്ദരികളായ സ്ത്രീകൾ, സ്വർഗം. തീവ്രമായ മതവിശ്വാസമുള്ളവർക്ക് ഇതൊക്കെ ചിന്തിക്കാനും ഇതിനെക്കുറിച്ച് ആലോചിക്കാനും. തീവ്രമായ മതവിശ്വാസം ഇല്ലാത്തവർ ഒരിക്കലും അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കില്ല. അവർ ഈ ഭൂമിയിൽ എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നാണ് ചിന്തിക്കുന്നത്. തീവ്രമായ മതവിശ്വാസമുള്ളവർ പരലോകത്തെ ചെല്ലുമ്പം എങ്ങനെ സുഖിക്കാൻ പറ്റും എന്നാണ് അവർ ചിന്തിക്കുന്നത്. രണ്ട് നാണയത്തിന് രണ്ട് സൈഡ് പോലെ ഒരു ദൈവവിശ്വാസമായിട്ട് നിൽക്കുന്നവരുടെ രണ്ട് സൈഡുകൾ, രണ്ട് വിഭാഗം ആൾക്കാരുടെ. ഒരു വിഭാഗം അങ്ങനെ, മറ്റു വിഭാഗം അങ്ങനെ. സലീം അതിനെ തമാശയായിട്ടാണ് പറയുന്നത്. പുള്ളി എല്ലാം ഒരു ആക്ഷേപഹാസ്യത്തിൽ പറയുന്നത്. അതിനെ ഇത്രയും ഇതിനെയൊക്കെ വിമർശിച്ചു തീവ്രമായ രീതിയിൽ. സലീമിനെ അത് ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റ്, സലീം പറഞ്ഞ മോശമായിട്ട് കണക്ക് കൂട്ടി സലീമിന് താക്കീത് കൊടുക്കുന്ന ഉസ്താദ് എന്ന് അവകാശപ്പെടുന്ന ഒത്തിരി ആൾക്കാർ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ താക്കീത് കൊടുക്കാൻ വരുന്നവരാന്ന് പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റില്ല. ഇനി അതിൽ നിന്ന് അവൻ 2 ദിവസത്തിനുള്ളിൽ സലീമിനുള്ള താക്കീതുമായിട്ട് ചിലപ്പം വേറെ മറ്റു ഉസ്താദുകളോ അല്ലെ സ്വാമിമാരോ പല മേഖലയിൽ നിൽക്കുന്നവരൊക്കെ വരാം. നമ്മളൊരു ആക്ഷേപഹാസ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ അതിനെ അങ്ങനെ എടുത്താൽ മതി. അദ്ദേഹം അതൊരു ഫണ്ണി എലമെന്റ് ആഡ് ചെയ്തുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം പുള്ളി പ്രസന്റ് ചെയ്തതാണ്. അത് തെറ്റെന്ന് പറയാനില്ല, സത്യാവസ്ഥയുണ്ട്. അല്ലാതെ പുള്ളി ഒരു മൊത്തം നുണയായിട്ട് പറയല്ല. പുള്ളി പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പക്ഷെ എല്ലാവരുടെ ഒരു വിഭാഗമാണ്. എല്ലാം നമ്മളിപ്പോൾ 100 പേരെടുത്താലും അതിൻ്റെ 50 പേരെ കാണുള്ളൂ. എല്ലാം എന്നുള്ള ആ വേർഡുണ്ടല്ലോ, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും നല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് പറയുമ്പോൾ അടച്ചാക്ഷേപിക്കുക എന്നല്ല, അടച്ചാക്ഷേപിക്കുക ഒരു വിഭാഗം ജനതയെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അത് എല്ലാവരും നാട്ടിലുള്ള യുവാക്കളെല്ലാം മൊത്തം MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? 100 പേരെടുത്താൽ അതിനകത്ത് 50 പേര് അല്ലെ 75 പേര് ചിലപ്പോൾ MDMA ആയിരിക്കും. ബാക്കി 25 പേര് സുഖട്ടോ മദ്യപാനം ഉപയോഗിക്കാത്തതായിരിക്കും. ബാക്കി 25 പേര്. അപ്പം 25 പേരെ എടുക്കുമ്പോൾ നമ്മൾ 25 പേര് നല്ലവരുണ്ടോണ്ട് നമ്മൾ എന്താ പറയേണ്ടത്? ഒരു വിഭാഗം യുവാക്കൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം അവിടെ തീർന്നു. സലീം അതിന്റെ ആക്ഷേപഹാസ്യത്തിൽ പ്രസന്റ് ചെയ്തതാണ്. നമ്മൾ എല്ലാവരും അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത്. പക്ഷെ ആരും അത് പറയാറില്ല. പുള്ളി ഒരു വേദി വന്നപ്പോൾ പുള്ളി അങ്ങോട്ട് പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.